ഹായ്, ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ കഫേ വൈബ്സിൽ ഉണ്ടാക്കുന്ന സ്നാക്സുകളുടെയൊക്കെ ഓരോ ദിവസവും അതിൻ്റെ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാമെന്ന്. ഞാൻ സമയം പോലെ ഓരോന്നും ചെയ്യാമേ. വേണ്ടവരെ ഏതൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോയിൽ ഇന്നെ അവരാരും കമൻറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ആരെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ ആ റെസിപ്പിയിൽ ഏതാണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടാം. പിന്നെ ഇതെല്ലാം ഞാൻ തന്നെ ഉണ്ടാക്കണം. എല്ലാം ഞാൻ യൂട്യൂബ് നോക്കി തന്നെയാണ് പഠിച്ചത്. ഞാൻ ഇതിൻ്റെ ഒരു ലോങ് വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊന്ന് എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഈ ഷോർട്സിൻ്റെ തന്നെ അടിയിലായിട്ട് ആരോയിൽ ഞാനത് മെൻഷൻ ചെയ്തേക്കാം. ഫസ്റ്റ് എനിക്ക് ഉണ്ടാക്കിയപ്പം ആകെ പേടിയായിരുന്നു. ശരിയാവുമോ, നമ്മളിങ്ങനെ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന ഒരു സംരംഭം ശരിയായില്ലെങ്കിൽ അത് പ്രശ്നമാവും, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രാർത്ഥിച്ചിട്ട് ഞാൻ തന്നെ ടിൻചേട്ടനോട് പറഞ്ഞു, സാരില്ല, ഞാൻ തന്നെ ഉണ്ടാക്കി നോക്കാം, എനിക്ക് കുക്കിംഗ് ഇഷ്ടമാണ്, പിന്നെ നമ്മളത് ചെയ്ത് നോക്കാം, ശരിയാവുകയാണെങ്കിൽ നമുക്കത് ഷോപ്പിൽ വെക്കാമെന്ന് പറഞ്ഞു. പക്ഷേ അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് ആദ്യം കുഴപ്പമില്ലായിരുന്നു. എല്ലാവരും പോസിറ്റീവ് പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ചെയ്യാനൊരു ഇഷ്ടമുണ്ടായി. അങ്ങനെയാട്ടോ ഓരോന്നോരോന്നിട്ട് ചെയ്ത് വന്നത്. പിന്നെ ടിൻചേട്ടൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും പറയും, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കത് ചെയ്യാനൊരു ഇഷ്ടമാണ്. അപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ലതാണെന്നൊക്കെ പറയുമ്പോഴേക്കും അങ്ങനെ ഓരോന്നുമായിട്ട് ചെയ്ത് ഇപ്പോൾ ഓക്കെ, സക്സസ് ആയി. പിന്നെ ഇപ്പോൾ ഷോപ്പ് 24 hours ആക്കിയതുകൊണ്ട് നമ്മളിത് തന്നെ എപ്പോഴും ഇങ്ങനെ ഓരോന്നായിട്ട് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കണം. ആദ്യമൊക്കെ ടൈമിൻ്റെ പ്രശ്നമുണ്ടായി, പിള്ളേരും എല്ലാം കൂടി വന്നപ്പോൾ പ്രശ്നങ്ങളുണ്ടായി. ഇപ്പം അത് നമുക്ക് ശരിയായി വന്നു, ഡെയിലി റൊട്ടീനായല്ലോ, അതുകൊണ്ട് അതൊക്കെ ശീലമായി വന്നു. പിന്നെ ഞങ്ങളുടെ കടയിൽ നെസ്ലിം വന്നായിരുന്നു കേട്ടോ. ഇത് ഞങ്ങളുടെ സ്വന്തം മണവാട്ടിയും. അപ്പോൾ അതിൻ്റെയൊക്കെ സെൽഫി ടിൻചേട്ടനെ എടുത്തത് ഞാനൊന്ന് ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്തതാണ്. ചില വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, സമയമൊന്നും കിട്ടിയില്ല. പിന്നെ സ്നാക്സൊക്കെ വേണ്ട ഒരു കഫേ വൈബ്സിലേക്ക് തന്നെ മറക്കരുത്. എരൂർ മാത്തൂരാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ഈ വീഡിയോ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.